അൽഹംദുലില്ലാഹ്. എത്ര ആളുകൾ ഡയാലിസിസ് നടത്തി ജീവിക്കുന്നു, എത്ര ആളുകൾ ക്യാൻസർ പിടിച്ച് കിടക്കുന്നു, എത്ര ആളുകളാണ് മൂത്രത്തിൽ കിടക്കുന്നത്, എത്ര പച്ച പാവങ്ങൾ മാസങ്ങളായി വർഷങ്ങളായി. ഇത് നമ്മുടെ കൺമുമ്പിൽ ഉണ്ടായിരിക്കെ റാഹത്തല്ല ചോദിക്കുമ്പോഴേക്കും അങ്ങനെ പോന്നു. അല്ലെങ്കിൽ ആ ഒരു നന്ദി കെട്ടൊരു പദം, നേരെ മറിച്ച നന്ദിയുള്ളൊരു പദമാണ് അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. എന്തൊരു സന്തോഷം നോക്കി നിങ്ങൾ. പറയത്തക്ക മഹാന്മാർ പഠിപ്പിക്കുന്ന ഒരാശയം കാണാം. നമുക്കെപ്പോഴും രോഗവും മറ്റും നോക്ക് ആ വിഷയത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ താഴെയുള്ളവരിലേക്ക് നോക്കണം. പഠിച്ചവനെ, എന്നെക്കാളും വിഷമുള്ള എത്ര ആളുകളുണ്ട്, എത്ര ആളുകളാണ് പട്ടിണി കിടക്കുന്നത്. അങ്ങനത്തെ ഒന്നും അള്ളാഹു എനിക്ക് നൽകിയിട്ടില്ലല്ലോ. പ്രായം കൂടുമ്പോൾ ഇങ്ങനെ തോന്നും, പ്രായമുള്ളൊരു 60-70, ഇനിയിപ്പോൾ നമ്മളൊക്കെ പറയാൻ പോണ സമയമാണ്. അവർക്ക് ഇങ്ങനെ തോന്നും, നമുക്ക് പ്രായമുള്ളവർക്ക് ഈ പറച്ചിലുണ്ട്, ഇല്ലായ്മ പറച്ചിലിങ്ങനെ അവിടെ വയ്യ, ഇവിടെ വയ്യ, അവിടെ വയ്യ. അത് ഭാര്യയോട് അങ്ങനെ പറയും. ഭാര്യ അത് കേട്ട് 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 മടുത്തിട്ടേ ഈ മനുഷ്യന് മിണ്ടാനും വയ്യല്ല. അൽവാക്കാക്കത് 24 മണിക്കൂർ പണി ഈ പറച്ചിൽ തന്നെ ഇല്ലായ്മ പറച്ചിലും വിഷമങ്ങളും. എന്നിട്ടിങ്ങനെ ഗുളിക കുടിക്കാൻ അല്ലാഹു തആല കാക്കട്ടെ, ഞാൻ കുറ്റപ്പെടുത്തല്ല കേട്ടാ. പ്രായമാകുമ്പോൾ ഏറ്റവും കൂടുതൽ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. പടച്ചവനെ, 7 വയസ്സ് വരെ ജീവിച്ച ആളുകളുണ്ട്, 14 വയസ്സിൽ നീ പിടിച്ചവരുണ്ട്, 30 വയസ്സിൽ നീ പിടിച്ചവരുണ്ട്. ഈ 60-70 കൊല്ലമൊക്കെ ജീവിക്കാൻ നീ എനിക്ക് തൗഫീഖ് തന്നല്ലോ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 63 വയസ്സ് വരെ ജീവിച്ചു. 65 വയസ്സുള്ളൊരു മനുഷ്യനും ദ്വാരിക്കും വല്ല വിഷമത്തിലാന്ന് പറയുമ്പോൾ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. 65 വയസ്സായില്ലേ, 68 വയസ്സായില്ലേ, അൽഹംദുലില്ലാഹ്. പക്ഷെ വളരെ കുറവ്. ഏതാനാവട്ടെ പറയുന്നത്, ലിസാനുൻ ദാകിറുൻ വഖൽബുൻ ഷാകിറുൻ. ദിക്ർ ചൊല്ലുന്ന നാവ്, അതാണ് ഏറ്റവും വലിയ സമ്പാദ്യം. രണ്ടാമത്തെ ഒന്ന് വഖൽബുൻ ഷാകിറുൻ, നന്ദി കാണിക്കുന്ന ഹൃദയം, ശുക്ർ കാണിക്കുന്ന. അൽഹംദുലില്ലാഹ്. ശുക്ർ, നന്ദി കാണിക്കുന്ന ഹൃദയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടയാളം എന്താണ്? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. എന്താ റാഹത്തല്ലേ? അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ് പറഞ്ഞിട്ടാവണം മറ്റുള്ളതൊക്കെ. അത് സ്ത്രീകൾക്ക് നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ താലൂക്കിലെ സ്ത്രീകളൊക്കെ ശുക്ർ കാണിക്കുന്നവരാണെന്നാണ് നമ്മളൊക്കെ വിശ്വാസം ഇങ്ങനെ പറയാ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അതാവണം പെങ്ങളെ, അൽഹംദുലില്ലാഹ്. എന്താപ്പോ തട്ടി മുട്ടി, ഹൈ വൃത്തികെട്ടൊരു വാക്ക്. ഈ തട്ടി മുട്ടി പോടുന്നുള്ളതുണ്ടല്ല, ഒരു വൃത്തികെട്ട നന്ദി കെട്ടൊരു പദം. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അപ്പോൾ ശുക്ർ കാണിക്കുന്ന ഹൃദയം. മൂന്നാമത് റസൂലുള്ളാഹി പറഞ്ഞു, സ്വഹാബികളെ, ഏറ്റവും പ്രധാനപ്പെട്ട സമ്പാദിക്കാൻ അല്ലാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? ഒന്ന് നിങ്ങളുടെ നാവാണ് എങ്കിൽ, മറ്റൊന്ന് നന്ദി കാണിക്കുന്ന ഹൃദയമാണ് എങ്കിൽ, വസൗജത്തുൽ മുഅ്മിനത്തുൽ, മൂന്നാമത്തെ ഒന്ന് സ്വാലിഹത്തായ പെണ്ണാൻ, സ്വാലിഹത്തായ ഭാര്യയാൻ. തുഈനുഹു അലാ ഈമാനിഹി, നമ്മുടെ ഈമാനിൻ്റെ മേൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ നന്മയുടെ മേൽ, നമ്മുടെ രക്ഷയുടെ മേൽ, നമ്മുടെ വിജയത്തിൻ്റെ മേൽ നമ്മെ സഹായിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ സമ്പാദ്യം. വല്ലാത്തൊരു നിഅമത്താണ് ഭാര്യ. ഭാര്യ എന്ന് പറയുന്നത് വലിയൊരു ബറക്കത്താണ്. ഭാര്യ എന്ന് പറയുന്നത് ഐശ്വര്യമാണ്. ഭാര്യ എന്ന് പറയുന്നത് റഹ്മത്താണ്. അല്ലാഹു നമുക്ക് ലോകത്ത് നൽകിയ ഏറ്റവും വലിയ നിഅമത്തുകളിലെ ഒരു മൂന്നാമത്തെ നിധിയാകുന്നു ഭാര്യ എന്ന് പറയുന്നത്. പക്ഷേ ഭാര്യയെ കൊണ്ട് കൽബ് പൊട്ടി നടക്കുന്ന ഒരുപടി പാവങ്ങളുണ്ട്, ഒരുപടി ആളുകളുണ്ട്. ഈ അടുത്ത് ഞാനിപ്പോൾ കേട്ടു, 3 കുട്ടികളുള്ളൊരു പെണ്ണ് ചാടിപ്പോയി എന്നുള്ളത്. 3 കുട്ടികളുള്ളൊരു പെണ്ണൊക്കെ ചാടിപ്പോവുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രശ്നേ ഇല്ല. ഭർത്താവും ഭാര്യ എന്നൊക്കെ പറയാം, എന്താ അത്? ഇത്ര നിസ്സാര വിഷയം പെട്ടെന്ന് അങ്ങ് പോട്ടെ. ഈ ബന്ധം മുറിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നല്ലോണം സൂക്ഷിച്ചോളി.
ബയാൻ കഴിഞ്ഞ് പോകുമ്പോൾ പെണ്ണ് ചാടിപ്പോയി, അള്ളാഹ് കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. ആരെയും നമ്പുക. ഒന്ന് ദിക്ർ ചൊല്ലുന്ന നാവ്, ശുക്ർ കാണിക്കുന്ന കൽബ്, സ്വാലിഹത്തായൊരു പെണ്ണ്. ചെറിയ ബന്ധമല്ല ഈ ദാമ്പത്യ ജീവിതം. 3 കുട്ടികളൊരു പെണ്ണ് ചാടിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ 2 or 3 കുട്ടികളുള്ള ഒരു പെണ്ണ് ഭർത്താവ് മരിച്ചിട്ടും കഴിഞ്ഞിട്ടില്ല. ആ പെണ്ണ് ഈ കുട്ടികളിട്ട് ചാടിപ്പോയിട്ടുണ്ട്. നിങ്ങളെന്നാ ഗതികേട് ആലോചിച്ച് നോക്കി. എന്താണ് ഇപ്പോൾ ഈ കേൾക്കുന്നതൊക്കെ? എന്താണ് ഈ കാണുന്നത്? 10-15 കൊല്ലം ഈ പെണ്ണിന് വേണ്ടി അധ്വാനിച്ച ഭർത്താവിനെ വലിച്ചെറിഞ്ഞ് പെണ്ണ് പോകുക. നന്ദികെട്ട പുരുഷന്മാരുണ്ട്, സ്വഭാവം ബെടക്കായ പുരുഷന്മാരുണ്ട്. അത് പറയാതിരിക്കാൻ വയ്യല്ലോ. ചില ആളുകളുടെ കാട്ടിക്കൂട്ടലുകൾ കൊണ്ട് ജീവിതം മടുത്തിട്ട് പടച്ചവനെ തുരഞ്ഞു പോയെങ്കിൽ എന്ന് വിചാരിച്ചിറങ്ങുന്ന കുറേ പച്ചപ്പാവങ്ങളുണ്ട്. അത് വിഷയത്തിൽ ഞാൻ കൊണ്ടുവരും. നന്ദി കെട്ട പുരുഷന്മാർ. എത്രയാണ് ഈ മനുഷ്യന് വേണ്ടി ആ പെണ്ണ് കഷ്ടപ്പെട്ടിട്ടുള്ളത്? എത്രയാണ്? കഴിഞ്ഞ വാതിൽ പറഞ്ഞില്ലേ, ഗൾഫിൽ ഒരു ചെറുപ്പക്കാരനാണ്, എൻ്റെ പ്രായമൊന്നുമില്ല, എന്നെക്കാൾ ഒരു 10-12 വയസ്സ് കുറയും. അവനിങ്ങനെ ഭക്ഷണം കഴിച്ച് കാല് നീട്ടിങ്ങനെ ഇരിക്കണം. എന്തവന് ചോദിച്ചപ്പോഴേ നമ്മളെ നാട്ടുകാരനാ. അപ്പം പറയാണ്, ഒന്നുമില്ല, ഈ പാത്രം കഴുകിയേക്കണ്ടേ നീ. അപ്പടാണ് നമ്മളെ പെണ്ണാരാ തിരിയ. നമ്മളെ ഒരു ഗുളിക ഉണ്ടല്ല, കൊടുന്ന് വെച്ച വെള്ളം അവിടെ ഉണ്ട്, ആ ഗുളിക ഒന്നിങ്ങനെ കൈകൊണ്ട് എടുക്കാനോ സഹിക്കും. എന്നിട്ടൊന്ന് എടുത്തു കൊടുത്തില്ലെങ്കിൽ പിച്ചും പെയ്യും പറയുന്ന നന്ദി കെട്ട ഭർത്താക്കന്മാർ. അങ്ങനെ പറഞ്ഞ ഞങ്ങൾ പൊരുത്തപ്പെട്ട ആളി കുറച്ച് അത് പറയാം, മറ്റന്നാൾ പറയാൻ വേക്കാം, അത് മറ്റന്നാൾ പറയാൻ നല്ലത്. നന്ദി കെട്ട പുരുഷന്മാരുണ്ട്. അപ്പൊ ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, ലിസാനുൻ ദാക്കിറുൻ വഖൽബുൻ ഷാക്കിറുൻ വസൗജത്തുൻ മുഅ്മിനത്തുൻ തുഈനുഹു അലാ ഈമാനിഹി. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ബുസർ റളിയല്ലാഹു അൻഹു പറയുന്നു, ലമ്മാ ശക്കർ റജുലു ഹലഹു. ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ അവസ്ഥയിലെ വേവലാതികൾ അങ്ങനെ പറയുമ്പോൾ പറഞ്ഞ സമയത്ത് ഖാല യാ റസൂലല്ലാഹ് ഇന്ന ശആഇറൽ ഇസ്ലാം ഖദ് കസുറത് അലയ്യ ഫഅഖ്ബിർനി ബിശൈഇൻ അതശബ്ബസു ബിഹി യാ ഹബീബല്ലാഹ്. ധാരാളം പ്രശ്നങ്ങളുണ്ട്, വീട്ടിൽ എപ്പോഴും സന്തോഷമില്ലായ്മയാകുന്നു. വീട്ടിൽ ചെന്നാൽ ഭാര്യ മക്കളെ കാണുന്ന സമയത്ത് ഒരു മനസ്സിന് റാഹത്തില്ല, മക്കളെ കാണുമ്പോഴുമില്ല, ഭാര്യയെ കണ്ടാൽ അത്രയുമില്ല. അങ്ങനെ തുടങ്ങിയുള്ള വേവലാതികളും വിഷയങ്ങളും അങ്ങനെ പറഞ്ഞിട്ട് ആ മനുഷ്യനങ്ങ് ചോദിക്കുന്നു, നബിയേ, ഇന്ന ശറായിഅൽ ഇസ്ലാം, ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ ധാരാളമുണ്ട്. ഫഅഖ്ബിർനി ബിശൈഇൻ അതശബ്ബസു ബിഹി ഐ അതമസ്സകു ബിഹി. എനിക്ക് നെഞ്ചിലേറ്റാൻ പറ്റിയ എല്ലാ വിഷയത്തിനും ശാന്തിയും സമാധാനവും കിട്ടാൻ പറ്റിയ കാര്യമെന്ന് പറയാമോ? റസൂലുള്ളാഹ് പറയുന്നു, സ്വഹാബികളെ, ലാ യസാലു ലിസാനുക റത്ബം മിൻ ദിക്രില്ലാഹ്. നിങ്ങളുടെ നാവ് അത് ദിക്റിനാൽ പച്ച പിടിപ്പിച്ചോളൂ. നിങ്ങൾ വലിയ പ്രതിസന്ധി വന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹ് പറഞ്ഞു കൊടുത്തതാ, അതിന് നിങ്ങളുടെ നാവ് പച്ച പിടിപ്പിക്കണം ദിക്റിനാൽ, അള്ളാഹുവിനെ ഓർക്കലിനാലും ചൊല്ലുക നമുക്ക് പറ്റിയ ദിക്റുകളാൽ. അതല്ല, എന്തെങ്കിലും വിഷമം കേൾക്കുമ്പോഴേക്കും അത് മറ്റന്നാളത്തെ വിഷയത്തിൽ വരും. കേൾക്കുമ്പോഴേക്കും അതിനൊക്കെ കുഴപ്പമുണ്ട്, നമുക്ക് നോക്കാം എന്ന് പറയുന്ന കുറേ കള്ള ചികിത്സക്കാരുണ്ട്. സാദാത്തുക്കളുണ്ട്, നല്ല കഴിവുള്ള ചികിത്സക്കാരുണ്ട്. അതേ സ്ഥാനത്ത് പറ്റിക്കുന്ന കുറേ ചികിത്സക്കാർ. സഹോദരിമാരെ, ആയുസ് തുലക്കരുത്. ഈ പറ്റിക്കുന്ന, അതുപോലെ തന്നെ അതിൽ വേണ്ടി 10,000 പിഴുങ്ങുന്ന, എങ്ങനെങ്കിലും കാശുണ്ടാക്കണം വിചാരിക്കുന്ന കുറേ കള്ളന്മാരുണ്ട്. അത് എൻ്റെ പെങ്ങന്മാർ സൂക്ഷിക്കണം.
എവിടെങ്കിലും കേൾക്കുമ്പോഴേക്ക് എന്നിട്ട് അവിടെ പോയി അത് കുടുംബത്തിനെന്തോ പ്രശ്നമുണ്ടെന്ന് അവിടെ പറയാനുള്ള ദുർഗതികൾ. ഒരിക്കലും നല്ലവരത് ചെയ്യില്ല. ബടക്ക് പിടിച്ചവർ കുടുംബത്തെ കലഹിപ്പിക്കും. വല്ലാത്തൊരു മാരക രോഗമാണ്. ഇരിക്കട്ടെ, ഞാൻ പറയുന്നത് ലാ യസാലു ലിസാനുക റത്ബം മിൻ ദിക്രില്ലാഹ്. അല്ലാഹുവിനെ സ്മരിക്കുക, ദിക്ർ ചൊല്ലിക്കൊണ്ട് നാവിനെ പച്ച പിടിപ്പിക്കുക. മഹാന്മാര് പഠിപ്പിക്കുന്നു. ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ മുത്തുനബി തങ്ങളുടെ ചാരത്ത് ചെന്നു. ഞാൻ ചോദിച്ചു, നബിയേ, മൻ നജാത്ത് മൻ നജാത്തു യാ റസൂലല്ലാഹ്, ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാനുള്ള വഴി എന്താണ്? ദുനിയാവിൽ ഭൂമിയിലും ആഖിറത്തിലും രക്ഷപ്പെടാനുള്ള വഴി എന്താണ് നബിയേ? റസൂലുള്ള പറഞ്ഞു, സ്വഹാബികളെ, അംസിക അലൈക ലിസാനക, മോനെ നാവിനെ അടക്കി വെച്ചോളൂ. റസൂലുള്ള പറയുന്ന വാക്ക് നോക്ക് നിങ്ങൾ. മൻ നജാത്തു യാ റസൂലല്ലാഹ്, നബിയെ രക്ഷപ്പെടാനുള്ള വഴി എന്താണ്? ദുനിയാവിൽ രക്ഷപ്പെടണം, ആഖിറത്തിലും. അതിനുള്ള വഴി ഉടനെ തന്നെ പറഞ്ഞു, അംസിക അലൈക ലിസാനക, നിന്റെ നാവ് നീ അടക്കി വെക്കണം. നാവ് അടക്കി വെക്കണം. എന്തൊരു വാക്കാണെന്ന് നിങ്ങൾ. ഈ നാവുണ്ടല്ലോ, തൊള്ള, അത് തുറന്നാൽ സംസാരം കൂട്ടുക ഒരാൾക്കും ഇഷ്ടപ്പെടില്ല. ഈ സദസ്സിലിരിക്കുന്ന, ഞാൻ തങ്ങളാപ്പാനെ ഇരുത്തി പറയാ, ഈ ഇരിക്കുന്ന ഉമറാക്കൾ, ചെറുപ്പക്കാര്, ഇവരൊക്കെ ഇരുത്തിയിട്ട് ഞാൻ പറയല്ലേ, ഈ കൂട്ടത്തിൽ ഇപ്പൊ സ്റ്റേജ് ഇരിക്കുന്ന ആളുകളാവട്ടെ, ഇപ്പൊ സെൽബിയൊക്കെ കൂടുതൽ സംസാരിക്കുന്ന ആളാണെങ്കിൽ ആരും ഇഷ്ടപ്പെടൂല. സംസാരം കൂടെ ഭാര്യക്കും ഇഷ്ടമുണ്ടാവില്ല, ഒരാൾക്കും ഇഷ്ടമുണ്ടാവില്ല. സംസാരം കൂട്ടരുത്. പിച്ച് വീട്ടിൽ ചെന്നാൽ അങ്ങനെ പറയുന്നെ മക്കളോടും പറയാ, പറച്ചിലോട് പറച്ച്. അപ്പൊ മക്കൾ തൊട്ട് ഉമ്മാനോട്, ഉമ്മ ഏതയാള്, എന്തിനു പറ്റും നമ്മൾ, ഏതയാൾ വെച്ചാൽ സംസാരം കുട്ടികളോട് കൂടുതൽ സംസാരിക്കരുത്. ഭാര്യയോട് അവർക്ക് വീട്ടിൽ ചെല്ലുമ്പോഴേക്കും നിങ്ങൾ കേൾക്കുന്ന ഒരു ചെറുപ്പക്കാരന്, ഞങ്ങളിങ്ങനെ സംസാരിക്കുന്ന അടിയിൽ ഒരാജി വരും. ആ ആജി വന്നപ്പോൾ, ഉസ്താദ് ഞാൻ പോട്ടെ എന്ത് വെച്ചു, അയാൾ ഇനിയിപ്പോൾ അയാൾ സംസാരം നിർത്തൂല, ഇനി തുടങ്ങിപ്പോൾ അങ്ങോട്ട്. അപ്പോൾ നല്ല ആളാണ്, 5 വക്ത് നിസ്കരിക്കുന്ന ആളാണ്. പക്ഷെ ആൾ തുറന്നാൽ പിന്നെ അടക്കൂല. സംസാരം അങ്ങനെ പള്ളിയിലാണെങ്കിലും മദ്രസയിലാണെങ്കിലും സംസാരിക്കുന്ന ആർക്കും ഇഷ്ടപ്പെടില്ല. ആർക്ക് സംസാരം ഓവറുള്ളവരാണെങ്കിൽ പെട്ടെന്ന് രക്ഷപ്പെടാൻ നോക്കുകയല്ല. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, മൻ നജാതു യാ റസൂലല്ലാഹ്, നബിയേ രക്ഷപ്പെടാനുള്ള വഴി എന്താ? ഉടനെ പറഞ്ഞു മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അംസിക അലൈക ലിസാനക, മോരെ നിന്റെ നാവിനെ നീ അടക്കി വെക്കണം. അംസിക അലൈക ലിസാനക വബികി അലാ ഖതീഅതിക, വല തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ട് എങ്കിൽ ഒന്ന് കരയണം കേട്ടോ. രാത്രി പാതിരാ സമയത്ത് അത് ഭാര്യ കാണാൻ വേണ്ടിയാവരുത്. അത് എൻ്റെ ഭർത്താവ് നല്ല ഈ തഖ്വയുള്ള ആളാണ്, എൻ്റെ ഭർത്താവ് നല്ല ഇബാദത്തിൻ്റെ ഉടമയാണ്, എൻ്റെ ഭർത്താവ് നല്ല കരച്ചിലിൻ്റെ ഉടമയാണ്. അത് ഭാര്യയെ കൊണ്ട് പറയിപ്പിക്കാനാവരുത്. മനുഷ്യ മനസ്സിരുത്തിക്കൊണ്ട് ചെയ്തു പോയ തെറ്റുകളോർത്ത് കണ്ണീരൊടുക്കുക. മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിക്കുന്നു, നാവ് നന്നായാൽ എല്ലാം നന്നായി. ഒറ്റ വാക്കിൽ മഹാന്മാർ എഴുതി വെച്ചിട്ടുണ്ട്, നാവ് നന്നായാൽ അൽഹംദുലില്ലാഹ്, ഒരാളുടെ കുറ്റം കുറവ് നോക്കാനില്ല, ഒരാൾ ഒന്നുമില്ലാന്ന്. നാവ് നന്നായാൽ ആ മനുഷ്യൻ നന്നായി. നാവാണ് പ്രശ്നം, മറ്റുള്ളതൊക്കെ പരിഹരിക്കാൻ കഴിയും. നാവ് വലിയൊരു വിഷയമാണ്. പറഞ്ഞു പോയാൽ അത് വീണ്ടെടുക്കാൻ കുറച്ച് പാടുപെടേണ്ടി വരും. എത്ര വലിയ തെറ്റ് ചെയ്താലും അല്ലാഹ് എന്ന് വിളിച്ച് ഒന്ന് പൊട്ടിക്കരഞ്ഞാൽ അള്ളാഹു പുറത്തു കൊടുക്കും. നേരെ മറിച്ച് ഒരാളെക്കുറിച്ച് വേദനിപ്പിക്കൊരു പദം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 24 കൊല്ലം പൊട്ടിക്കരഞ്ഞാലും
അള്ളാഹു പുറത്തു കൊടുക്കൂല. ആ മനുഷ്യനോട് ചെന്ന് പൊരുത്തപ്പെടിക്കുക തന്നെ വേണം. ആ മനുഷ്യനോട് പൊരുത്തപ്പെടിക്കണം. അതൊരു വിഷയമാണ്, ഗുരുതരമാണ്. അപ്പോൾ ഒരാളെ വേദനിപ്പിച്ചെങ്കിൽ അയാളെ പൊരുത്തപ്പെടിക്കണം. അത് വല്ലാത്തൊരു വിഷയമാണ്. അത് സംഭവിച്ചു പോയതാണെങ്കിൽ നാം നമ്മെ സൂക്ഷിക്കുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യ ഇദാ അസ്ബഹ ബിനു ആദമ ഫഇന്നൽ അഅ്ളാഅ കുല്ലഹാ തുകഫിറുൽ ലിസാൻ. എൻ്റെ വഅദ് കേൾക്കുന്ന സഹോദരിമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു പെണ്ണിൻ്റെ പ്രഭാതം വന്നാൽ, ഒരു പുരുഷന്റെ പ്രഭാതം വന്നാൽ, ഫഇന്നൽ അഅ്ളാഅ കുല്ലഹാ, ആ പെണ്ണിൻ്റെ മുഴുവൻ അവയവങ്ങളും തുകഫിറുൽ ലിസാൻ, നാവിനോട് താഴ്മയോട് ആവശ്യപ്പെടും, താഴ്മയോട് ആവശ്യപ്പെടും. തുകഫിറുൽ ലിസാൻ, ആ പെണ്ണിൻ്റെ നാവിനോട്, ഈ പ്രസംഗിക്കുന്ന ഞാൻ എൻ്റെ പ്രഭാതം വരുമ്പോൾ സുബഹിക്ക് ഞാൻ എഴുന്നേറ്റാൽ എൻ്റെ ശരീരത്തിലുള്ള തലതൊട്ട് കാല് വരെയുള്ള മുഴുവൻ അവയവങ്ങളും എന്നോട് താഴ്മയോടെ തുകഫിറുൽ ലിസാൻ, താഴ്മയോടെ ഈ നാവിനോട് ആവശ്യപ്പെടുന്നു. ഫതഖൂൽ ഇത്തഖില്ലാഹ്, ഇത്തഖില്ലാഹ്. ഈ നാവിനോട് എൻ്റെ തല പറയുന്നുണ്ട്, എൻ്റെ കണ്ണ് പറയും, എൻ്റെ ശരീരത്തിലുള്ള മുഴുവൻ അവയവങ്ങളും നാവിനോട് പ്രഭാത സമയത്ത് പറയുന്നു, ഇത്തഖില്ലാഹ്, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഫീനാ ഇത്തഖില്ലാഹ ഫീനാ ഫഇന്നമാ നഹ്നു ബിക, ഞങ്ങൾ മുഴുവനും, ഏതായി ഞങ്ങൾ, നാവല്ലാത്ത നമ്മുടെ മുഴുവൻ അവയവങ്ങളും നിന്നെ കൊണ്ടാണ് ജീവിക്കുന്നത്. ഞങ്ങൾ, നീ റെഡിയായാൽ ഞങ്ങൾ റെഡിയായി. നിന്റെ ഈ നാവ് കൊണ്ട് നീ വല്ലതും പറഞ്ഞ അടി നിനക്കല്ല, ഞങ്ങൾക്കാ കിട്ടുന്നത്. നോക്കി നിങ്ങൾ, നമ്മളൊരാളെ തെറി വിളിച്ചാൽ നാവ് എടുത്ത് നാവിനെ അടിക്കാറുള്ളതല്ല, മുഖത്തടിക്കും, അല്ലെ പുറത്തടിക്കും, അല്ലെ വേറെ പലയിടത്തും കിട്ടും. അതല്ലേ നാവിനാരാ കൊടുക്കും? നിങ്ങൾ ആലോചിച്ചു. കൊടുത്തു നാവിനൊക്കെ, നാവിന് കിട്ടുക ചുണ്ടത്തെ കിട്ടുള്ളൂ. എന്നാലും വല്ലാത്തൊരു വിഷയമാണല്ലോ. അപ്പോൾ ഓരോ അവയവങ്ങളും പറയും. എല്ലാ ദിവസവും സുബഹിക്ക് നമ്മൾ എഴുന്നേറ്റാൽ നമ്മുടെ നാവല്ലാത്ത മുഴുവൻ അവയവങ്ങളും നാവിനോട് പറയുന്നു, നീ സൂക്ഷിക്കണം കേട്ടാ, നീ ശ്രദ്ധിച്ചില്ലെങ്കിൽ വിഷമം അനുഭവിക്കുന്ന മുഴുവൻ ഞങ്ങളായിരിക്കും. എല്ലാ നിലക്കും ഒരാളെ കുറ്റം കൊണ്ട് നടന്ന് നമ്മൾ രോഗിയാവും. മറ്റുള്ളവരുടെ ഇറച്ചി തിന്നാൽ ഒരുപാട് സഹിക്കേണ്ടി വരും. നമ്മൾ രോഗികളാകുന്ന ചില അവസ്ഥകൾ നമുക്കിവിടെ പറയാനുണ്ട്. അത് ഈ 5 ദിവസത്തെ വഅദിലൊന്ന് കൊണ്ടുവരുന്നുണ്ട്. വെറുതെ അങ്ങ് രോഗിയാണോ എന്നുള്ളത് നമുക്ക് സംസാരിക്കാൻ നമ്മുടെ വിഷയത്തിൽ കൊണ്ടുവരാനുള്ള. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യൽമൻ ലീ മാ ബൈന ലഹിയൈഹി വമാ ബൈന റിജ്ലൈഹി അൽമൻ ലഹുൽ ജന്ന. ആരെങ്കിലും എൻ്റെ മുന്നിൽ ആ മനുഷ്യൻ്റെ 2 താടിയെല്ലിൻ്റെ ഇടയിലുള്ള, അഥവാ നാവിനെയും മാത്രമല്ല, വമാ ബൈന റിജ്ലൈഹി 2 കാലിൻ്റെ ഇടയിലുള്ള ഗുഹ്യഭാഗത്തെയും ആരെങ്കിലും സൂക്ഷിച്ചു പോയാൽ, ആരെങ്കിലും ആ വിഷയത്തിൽ എനിക്ക് ജാമ്യം നിന്നു പോയാൽ, അൽമല്ലഹുൽ ജന്ന, ഞാൻ അവന് ജാമ്യം നിൽക്കും. എന്ത് വിഷയത്തിൽ? സ്വർഗം അവന് കിട്ടുമെന്ന വിഷയത്തിൽ. നാവിനെ സൂക്ഷിക്കുക, ഗുഹ്യഭാഗം സൂക്ഷിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുകയാണ്, ഇഹ്ഫദ് ലിസാനക അയ്യുഹൽ ഇൻസാനു ലാ യൽദഗന്നക അന്നഹു സുഅബാനു കം ഫിൽ മഖാബിരി മിൻ ഖതീലി ലിസാനിഹി കാനത് തഖാഫു ലിഖാഅഹു ശജആനു. ഇമാം ശാഫിഈ തങ്ങൾ പറഞ്ഞു, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കമ്മിൻ ഫിൽ ഖബ ഇഹ്ഫദ് ലിസാനക്, മനുഷ്യ നിന്റെ നാവ് നീ സൂക്ഷിക്കണം. അയ്യുഹൽ ഇൻസാൻ ലാ യൽദഗന്നക, ആ നിന്നെ കൊത്താതിരുന്നു കൊള്ളട്ടെ. അന്നഹു സുഅബാൻ, എൻ്റെ ജ്യേഷ്ഠാനുജന്മാരെ, അതൊരു തരം പാമ്പ് നിന്നെ കൊത്താതിരുന്നു കൊള്ളട്ടെ. ചില അർത്ഥമുള്ള വാക്കുകളാണ്.
കം ഫിൽ മഖാബിരി മിൻ ഖതീൽ ലിസാനിഹി, നാവിനാൽ കൊല്ലപ്പെട്ട എത്ര ആളുകളാ ഖബറിൽ കിടക്കുന്നത്. നാവിനാൽ കൊല്ലപ്പെട്ട എത്ര ആളുകൾ ഖബറിൽ കിടക്കുന്നു. എത്ര വലിയ രാഷ്ട്രീയമാണ്. നാവിനാൽ ജീവിതം നശിച്ച എത്ര ആളുകൾ ഖബറിൽ കിടക്കുന്നുണ്ട്. വലിയ ധീരന്മാര് വരെ അവനെ കണ്ടുമുട്ടല്ല പേടിച്ചു പോകുന്നുണ്ട്. വലിയ ധീരന്മാർ വരെ പേടിച്ചു പോകുന്നുണ്ട്. പെട്ടുപോയവരുണ്ട്. നാവ് സൂക്ഷിച്ചില്ലെങ്കിൽ എത്ര വലിയ ധീരനാണെങ്കിലും പെട്ടുപോയവരുണ്ട്. മനുഷ്യ ഇഹ്ഫദ് ലിസാനക അയ്യുഹൽ ഇൻസാൻ, നല്ലവണ്ണം സൂക്ഷിക്കണം. അതെങ്ങനെയാണ്? മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൽ അതീദ്. മാ യൽഫിദു മിൻ ഖൗലിൻ, ഒരു വാക്ക് നമ്മൾ മൊഴിയുന്നുണ്ടോ, ഒരക്ഷരം നമ്മൾ പറയുന്നുണ്ടോ, ഇല്ലാ ലദൈഹി റഖീബുൽ അതീദ്, അത് കുറിച്ചു വെക്കാൻ ആളുമുണ്ട്. പ്രായപൂർത്തി എത്തിയത് മുതൽ പള്ളിക്കാട്ടിൽ കിടക്കുന്നത് വരെ എൻ്റെ ഉമ്മമാരെ, ഒരു പദം പ്രയോഗിച്ചാൽ അത് കുറിച്ചു വെക്കാൻ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ആളുകളുണ്ട്. അല്ലാഹു അതിന് മലായിക്കത്തിനെ നിയമിച്ചിട്ടുണ്ട്. ഒരു പദവും ഒഴിവാവുകയില്ല. വഇന്ന അലൈക്കും ലഹാഫിദീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ വഇന്ന അലൈക്കും ലഹാഫിദീൻ. തീർച്ചയായും മുസ്ലിമീങ്ങളെ, നിങ്ങളുടെ മേൽ സൂക്ഷിക്കാൻ, ഓരോ വാക്കുകളും കുറിച്ചു വെക്കാൻ അല്ലാഹു ചില ആളുകളെ കൂടെ നിയമിച്ചിട്ടുണ്ട്. കിറാമൻ കാതിബീൻ, അവരെത്ര വലിയ മഹാന്മാരാണ്. യഅലമൂന മാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യുന്നതും പറയുന്നതും ഇശാറത്ത് കാണിക്കുന്നത് പോലും, ആംഗ്യം കാണിക്കുന്നത് പോലും, അത് കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുന്നത് പോലും അവർ കാണുന്നുണ്ട്, അവർ അറിയുന്നുണ്ട്. യഅലമൂൻ, അവരറിയുന്നുണ്ട്. ഒരാൾക്കും അതിന് തടിയുരാൻ പറ്റുകയില്ല, ഒരാൾക്കും അതിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റുകയില്ല. യഅലമൂന മാ തഫ്അലൂൻ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹ് വൽ യൗമിൽ ആഖിർ, അന്ത്യദിനം കൊണ്ട് ഖാലിഖായ റബ്ബിനെ കൊണ്ട് വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ ഫൽയഖുൽ ഖൈറാ, അവൻ നല്ലത് മാത്രം പറയണം, നല്ലത് പറയുക. ഔ ലിയസ്മുത്, അല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കണം. നന്മയുണ്ടോ പറയണം. ഇമാം നബവി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചുകൊണ്ട് വിവരിക്കുന്നുണ്ട്, യംബഗി ലിമൻ അറാദൽ നുത്ഖ ബികലിമത്തിൽ ഔ കലാം, ഒരു വാക്ക് പറയാൻ, ഒരു വാക്ക് കൊണ്ട് മുടിയാൻ ഉദ്ദേശിക്കുന്ന മനുഷ്യൻ ചിന്തിക്കേണ്ടതുണ്ട്. അയ്യതദബ്ബറഹു ഫീ നഫ്സിഹി ഖബല നുത്ഖിഹി, പറയുന്നതിന് മുമ്പ് അവന്റെ നഫ്സിൽ അവൻ ചിന്തിക്കണം, അവന്റെ നഫ്സിൽ അവൻ ചിന്തിക്കണം. നന്മയുണ്ടെന്ന് കണ്ടാൽ തക്കല്ലമ പറയാം, നന്മയില്ലേ മിണ്ടാതിരിക്കാം, നന്മയില്ലേ മിണ്ടാതിരിക്കാം. എന്തൊക്കെയാണ് മഹാന്മാർ എഴുതി വെച്ചിട്ടുള്ളത്. അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിലൊക്കെ ഖൈറും ബറക്കത്തും ഏറ്റി തെരുമാറാവട്ടെ. ഇമാം ഗസാലി, അബൂ ഹമീദുൽ ഗസാലി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞു, അൽ കലാമു അർബഅത്തു അഖ്സാം, സംസാരം 4 തരത്തിലാണ്. അത് നിങ്ങളിങ്ങനെ കുറിച്ച് വെക്കണം. ചെവി എഴുതിയൊക്കെ അങ്ങനെ മനസ്സുകൊണ്ട് എഴുതി വെക്കി. നിങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും നമ്മളിങ്ങനെ കുറിച്ച് വെക്കുക. വീട്ടിൽ സംസാരിക്കുമ്പോഴും, നാട്ടിലാണെങ്കിലും, കൂട്ടുകാരുടെ മുന്നിലാണെങ്കിലും, പള്ളിയിലാണെങ്കിലും ഒക്കെ. അൽ കലാമു അർബഅത്തു അഖ്സാം, 4 തരമുണ്ട്. ഖിസ്മുൻ ലററുൻ മഹ്ദുൻ, ഒരു ഇനം തനിച്ച ബെടക്കായിരിക്കും, അതുകൊണ്ട് നാശമല്ലാത്ത ഒന്നുണ്ടാവില്ല. ലററുൽ മഹ്ദുൻ, നാശമല്ലാത്ത ഒന്നുണ്ടാവില്ല. 2 ഖിസ്മുൽ ഹുവ നഫ്ഉൽ മഹ്ദുൻ,
ഉപകാരമല്ലാത്ത ഒന്നും ഉണ്ടാവേയില്ല, ഉപകാരേ ഉള്ളൂ. അയാൾ വല്ലതും പറഞ്ഞാൽ നഫ്ഉള്ള വാക്കേ പറയൂ എന്ന് പറയുന്ന ആളുകൾ കേൾക്കാറില്ലേ? നഫ്അ ഉണ്ടാവും, നഫ്ഉൻ മഹദുൻ. 3 വഖിസ്മുൻ ഫീഹി ളററുൻ വ മൻഫഅത്തുൻ. മൂന്നാമത്തെ ഇനം അതിൽ ഉപകാരവുമുണ്ട് ഉപദ്രവമുണ്ട്. 4 പറഞ്ഞു വഖിസ്മുൻ ലൈസ ഫീഹി ളററുൻ വലാ മൻഫഅത്തുൻ. ആ പറച്ചിൽ കൊണ്ട് ഉപകാരമില്ല ഉപദ്രവമില്ല. അപ്പോൾ 1 ഉപദ്രവം മാത്രമുള്ള സംസാരങ്ങൾ, 2 ഉപകാരം മാത്രമുള്ള സംസാരങ്ങൾ, 3 ഉപകാരവുമുണ്ട് ഉപദ്രവമുണ്ട്, 4 ഉപകാരമില്ല ഉപദ്രവമില്ല. 4 തരം. എന്നിട്ട് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു മുസ്ലിം ഉമ്മത്തിനോട് പറയുന്നു, ഫഅമ്മല്ലദീ ഹുവ ളററുൽ മഹ്ദുൽ, തനിച്ച വെറും പ്രശ്നമാത്രമുണ്ടാക്കുന്ന, ബുദ്ധിമുട്ട് മാത്രമുണ്ടാക്കുന്ന, നാശത്തിലേക്ക് മാത്രം നയിക്കുന്ന ആ സംസാരം, ഫലാ ബുദ്ധ മിനസ്സുകൂൻ. ഓ മുസൽമാൻ, യഹബ്ബദൽ ജന്നതു വഖ്തിറാബുഹാ, സ്വർഗത്തിലൊന്ന് പാറിക്കളിക്കണോ, സ്വർഗത്തിലൊന്ന് പാറിക്കളിക്കണോ, ആ പച്ചപ്പുള്ള ഭൂമിയിൽ ഒന്ന് കാലെടുത്ത് വെക്കണോ മനുഷ്യ. ഫലാ ബുദ്ധ മിനസ്സുകൂൻ, ഉപദ്രവമുള്ളൊരു വാക്ക് നിന്റെ നാവിൽ വന്നു പോകരുത്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, വകദാലിക മാ ഫീഹി ളററുൽ വ മൻഫഅത്തുൽ, ഇതുപോലെയാണ് ഉപകാരവുമുണ്ട് ഉപദ്രവമുണ്ട്, അതും നീ പറഞ്ഞു പോകണ്ട. ഉപകാരമുണ്ട് എങ്കിലും അതിലൂടെ വല്ല ഉപദ്രവം, ഞാൻ നല്ലതല്ലേ പറഞ്ഞത്, പക്ഷേ അതിൻ്റെ നാശം എത്രയാണ്, അതിൻ്റെ വിപത്ത് എത്രയാണ് കുടുംബത്തിൽ വന്നത്, എത്രയാണ് ഭാര്യ മക്കളിൽ വന്നത്, എത്രയാണ് കൂട്ടുബന്ധത്തിൽ വന്നത്, അതും നീ വലിച്ചെറിയണേ. സംഭവിച്ചു പോയാൽ നീ പൊരുത്തപ്പെടാൻ ശ്രമിക്കണം. മാത്രമല്ല വഅമ്മാമാ ലാ മൻഫഅത ഫീഹി വലാ ളററ ഫഹുവ ഫുദൂൽ. മുസ്ലിമീങ്ങളെ, ഉപകാരവുമില്ല ഉപദ്രവവുമില്ല. ഞാനിപ്പോൾ സംസാരിച്ചു പോയത് ഒരു ഉപകാരമോ ഉപദ്രവമോ ഇല്ല എങ്കിൽ അതിലും പെട്ടുപോകരുത്. വല്ലിസ്തിഗാലു ബിഹി തളീഉ സമാൻ, നമ്മുടെ സമയത്തെ പാഴാക്കലാണ്. വഹുവ ഐനുൽ ഖുസ്റാൻ, അതാണ് ഏറ്റവും വലിയ നഷ്ടമെന്നുള്ളത്. 3 കാര്യം പറഞ്ഞു. ഉപദ്രവമുള്ളത് പറഞ്ഞു പോകരുത്, ഉപകാരമുണ്ട് ഉപദ്രവം, അതും പറഞ്ഞു പോകണ്ട. ഉപകാരമില്ല ഉപദ്രവമില്ല. ഇപ്പൊ വേറെ ആളോട് ചെന്നിട്ട് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ഇങ്ങനെ അങ്ങനെ ഉണ്ടല്ല, അല്ലെങ്കിൽ വേറെ മനുഷ്യരോട് ചെന്നിട്ട് കുറേ അവിടെ ഇല്ല ദ്വാ കിട്ടുമെങ്കിൽ പറയാം. ഇതിങ്ങനെ പറഞ്ഞിട്ട് മടുത്തിട്ട് ഇനി വേറെ ഒന്നുമില്ലല്ലോ, പോട്ടെ ബാങ്ക് വിളിക്കാനാ, നാട്ടിൽ കേൾക്കണ്ടേ. ബാങ്ക് വിളിക്കാനായി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? ഒന്ന് നിർത്തു മനുഷ്യ എന്നാണ് ഇപ്പോൾ ഇതിൻ്റെ അർത്ഥം. ഒരു ഉപകാരം ഫുദൂലാത്ത് എന്ന് പറയും, സംസാരിക്കരുത് എന്നാ. എന്നിട്ട് പറയാം ഉപകാരമുള്ളത് പറയണം, ഉപകാരം മൻഫഅത്തുള്ള ഉപകരിക്കുന്ന നന്മയുള്ളത് പറയുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ അൽവേഗ ആമീൻ പറഞ്ഞില്ല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കടുപ്പാണ്, കുറച്ച് പ്രയാസ. ശൈത്താൻ്റെ പണി ഇതാണ്, ഈ നാവടക്കി വെക്കൂല. നാവാണ് പ്രശ്നം. നാവ് കൊണ്ടാണ് എല്ലാ മുസീബത്തുണ്ടാണ്. എവിടെ ചെന്നാലും പ്രശ്നം അത് തന്നെയാണ് എന്നർത്ഥം. അതുകൊണ്ടാണ് മഹാന്മാർ ഇത്രമാത്രം ശക്തിയിൽ പറയുന്നത്, നാവിനെ സൂക്ഷിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യനാണ് ശ്രേഷ്ഠവാനെന്ന് മഹാന്മാർ വിവരിക്കുന്നു.